അങ്ങനെ പ്രേക്ഷകർ കാത്തിരുന്ന് ആറ്റുനോറ്റിരുന്ന ഒരു മുഹൂർത്തോട്ട് നമ്മുടെ അർജുൻ പിങ്കി ആദ്യ രാത്രി ആ ഒരു പിണക്കവും ആ ഒരു ചെറിയ ഒരു അടിപിടി പിണക്കവും ഒക്കെ ആയിട്ട് നമ്മുടെ അർജുൻ പിന്നെ നമ്മുടെ പിങ്കിയെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. തൻ്റെ കുറേ നാളത്തെ ആ ഒരു മോഹവും സ്വപ്നമൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ പിങ്കിയെ ഒന്ന് എന്താ പറയുക ആ ഒരു മനസ്സുകൊണ്ട് തനിക്ക് ലഭിക്കുക എന്നുള്ളത്. ആ ഒരു സ്വപ്നമാണല്ലോ നമ്മുടെ അർജുന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹത്തിൽ നമ്മുടെ അർജുൻ കരയുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ നന്ദ തലയിറങ്ങി വീഴുന്നൊരു രംഗമാണല്ലോ ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഗൗതം കൊണ്ടുവരികയും നമ്മുടെ ഗൗതമിൻ്റെ അടുത്ത് ഡോക്ടർ പറയുന്നുണ്ട് നന്ദ ഒരു അമ്മയാകാൻ പോകുകയാണെന്നുള്ളൊരു കാര്യം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ബാലാജിയും നമ്മുടെ ഗുണ്ടകളൊക്കെ കൂടി അവരെന്താ പറയുക പ്ലാൻ ചെയ്യുവാണ് നമ്മുടെ നന്ദയെ തട്ടിക്കൊണ്ട് പോകുന്ന കാര്യം. അപ്പോൾ നമ്മുടെ ബാലാജി ആ ഒരു രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ഈ മദ്യം മാത്രം പോരാ, ബാങ്ക് നിറച്ച് അക്കൗണ്ട് ഫുള്ളിൽ കാശും വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു ചർച്ച ചെയ്യുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളെ ഏറെ കൊളുത്തുന്നത് നമ്മുടെ ആ ഒരു പിങ്കി അർജുൻ ആ ഒരു ബന്ധം തന്നെയാട്ടോ. ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അർജുൻ ഒരു അപകടത്തിൽ പെടുന്നു എന്നുള്ളൊരു കാര്യം ഒഴിച്ചാൽ നമുക്കിപ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണല്ലേ. ഈ ഒരു മലയാളത്തിലെ കഥ അപ്പാടെ മാറ്റിമറിച്ചൊരു കഥ തന്നെ ആവട്ടെ ഇനി വരാൻ പോകുന്നത്. ഒരു അപകടവും പറ്റാതിരിക്കട്ടെ നമ്മുടെ അർജുന്. അല്ലെ കൂട്ടുകാരെ, നമ്മുടെ അർജുനും പിങ്കിയും എക്കാലത്തും ഇങ്ങനെ സന്തോഷത്തോടെ ആ ഒരു പ്രണയത്തിലും ഒരുക്കുന്ന രംഗങ്ങൾ തന്നെ ആവട്ടെ നമുക്ക് ചന്ദ്രകാന്തത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ഗുഡ് ബൈ.